ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ചേന വെച്ചിട്ട് ഒരു ഉപ്പേരിയാണ്. അപ്പം ഞാൻ ഒരു ചേനയുടെ പകുതി പോർഷൻ മാത്രമേ എടുക്കുന്നുള്ളൂ. ഇത് വെച്ചിട്ട് നമുക്കൊരു ഉപ്പേരി ഉണ്ടാക്കാം. ഇതിന് ഞാൻ ആദ്യം ഒന്ന് ഇതിൻ്റെ തോലെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി അരിഞ്ഞ് കൊണ്ടുവരട്ടെ. അതിനുശേഷം നമുക്ക് വീഡിയോയിലേക്ക്. ചേനയൊക്കെ നന്നായിട്ട് ചെത്തി കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. ഇതിനെ നമുക്ക് ചെറിയ ക്യൂബുകളായിട്ട് ഇങ്ങനെ അരിഞ്ഞെടുക്കാം. ചെറിയ ക്യൂബ് ആണെങ്കിൽ നമുക്ക് വറക്കുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ അത് ചെറിയ ക്യൂബുകളായിട്ട് നമുക്ക് അരിഞ്ഞെടുക്കാം. ഈ ഒരു വലുപ്പത്തിന് അരിഞ്ഞെടുക്കാം. ഇപ്പം നമ്മുടെ പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് വറക്കാൻ ആവശ്യമുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടാവട്ടെ. ചൂടായതിനു ശേഷം നമുക്ക് അതിനൊന്ന് വറുത്ത് പോരാം. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്ക് കുറേശ്ശെ ഇട്ട് വറക്കാം. രണ്ടായിട്ടിട്ട് നമുക്ക് വറുത്തെടുക്കാം. നന്നായിട്ട് മുരിഞ്ഞ് വരണം. അതുവരെ നല്ലപോലെ നമുക്ക് വറുത്തെടുക്കാം. ഇങ്ങനെ നമ്മുടെ ചേന മൂത്തോണ്ടിരിക്കുന്ന ഇത് പകുതി കൂടുതൽ മൂപ്പായിട്ടുണ്ട്. ചേനയുടെ വെള്ളമെല്ലാം വറ്റി നല്ലൊരു ബ്രൗൺ കളറാകുമ്പോൾ നമുക്ക് ഇങ്ങനെ കോരിയെടുക്കാം. ചേന നല്ല ഔഷധമുള്ള ഒരു കിഴങ്ങാണ്. പ്രസവിച്ച് കിടക്കുന്ന കുട്ടികൾക്കൊക്കെ പ്രസവ രക്ഷയ്ക്ക് നമ്മൾ ഇത് മെഴുക്കുരട്ടിയൊക്കെ വെച്ച് കൊടുക്കും, ഒളിമിഷനൊക്കെ വെച്ച് കൊടുക്കും. ഇതൊക്കെ നല്ലതാണ് ചേന. മെഴുക്കുരട്ടി വെക്കാനും നല്ലതാണ്. ചേന വേവിച്ച് എണ്ണയിൽ ചെറിയ എണ്ണയിൽ നമ്മൾ പൊരിച്ചെടുത്താലും നല്ല ടേസ്റ്റാണ്. ചേന തോരൻ വയ്ക്കും. ചേന പുഴുക്കുണ്ടാക്കും. പിന്നെ ചേന വെച്ച് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. ചേന എങ്ങനെ കഴിച്ചാലും നല്ലതാണ് ആരോഗ്യത്തിന്. പിന്നെ അരിയുമ്പോൾ കൈച്ചൊറിയും എന്നുള്ളൊരു പ്രശ്നമുള്ളൂ. അത് ഇതൊന്ന് വെന്ത് ഇതായി വരുമ്പം ചൊറിച്ചിലങ്ങനെ മാറും. ഇത് ഇച്ചിരി എണ്ണ തടവി അരിയാമെങ്കിൽ വലിയ ചൊറിച്ചിൽ കാണില്ല. ഇങ്ങനെ നമ്മൾ വറുത്ത് ചെയ്താൽ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. എനിക്കൊരു 3/4 ഭാഗം നമ്മുടെ ചേന ആയിട്ടുണ്ട്. ഏറെക്കുറെ വെള്ളമെല്ലാം ചേനയുടെ പോയി. ഇനി കൂട്ടാൻ മതി. ഇല്ല, ചേനയുടെ നിറമൊക്കെ മാറി വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ നന്നായി മൂപ്പിച്ചിട്ട് അപ്പോഴ് തന്നെ ചൂടോടെ തന്നെ സെർവ് ചെയ്ത് കഴിക്കുന്നതായിരിക്കും നല്ലത്. ചില ഇത് തണുത്ത് പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ കഴിക്കുന്നതിന് തൊട്ട് മുമ്പ് ഉണ്ടാക്കുക, ചൂടോടെ തന്നെ കഴിക്കുക. അതിനാണ് ടേസ്റ്റ്.
ഞാൻ നമ്മുടെ ചേനയൊക്കെ നല്ലതായിട്ട് മൂത്തിട്ടുണ്ട്. കണ്ടല്ലോ, അതിൻ്റെ നിറമൊക്കെ മാറി ഒരു ബ്രൗൺ നിറമായിട്ട് വന്നിട്ടുണ്ട്. വെള്ളമൊക്കെ വെറ്റി ചേന നല്ല നന്നായിട്ട്. ഇനി ഇതിനെ നമുക്ക് ഒരു പാത്രത്തിലേക്ക് കോരിയെടുക്കാം. കണ്ടോ, കിളിയില്ല ഒരു സൗണ്ട് കേൾക്കുന്ന കേട്ടോ. ഒരു ടൈമിൽ നമുക്കൊന്ന് കോരിയെടുക്കാം. നമുക്ക് കോരിയെടുക്കാൻ. കണ്ടോ, ഇങ്ങനെ ക്രിസ്പി ആയിട്ടിരിക്കണം. നമുക്കൊരു ട്രിപ്പ് കൂടെ വറുത്ത് കോരണം. അപ്പം ഞാൻ അതുകൂടെ ഫ്രൈ ചെയ്തിട്ട് ഉപ്പൊക്കെ പുരട്ടി വെച്ചിരുന്നില്ല. ഉപ്പൊക്കെ ഇതുകൂടെ ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ട് വരാം. ഓക്കെ, ഇങ്ങനെ നമ്മുടെ രണ്ടാമത്തെ ട്രിപ്പും നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിനെ നമുക്ക് കോരിയെടുക്കാം. ഇതിനായിട്ടുണ്ട് നന്നായിട്ട് മുരിഞ്ഞ് തീ ഒന്ന് സിമ്മിൽ വെച്ചിട്ട് നമുക്കിതിനെ കോരിയെടുക്കാം. എന്നിട്ട് ഇതിൽ നമ്മൾക്ക് കുറച്ചെണ്ണ നമുക്കൊരു ബൗളിലോട്ട് മാറ്റാം. കുറച്ചെണ്ണ ഇതിലോട്ട് ഒരു 4-5 വെളുത്തുള്ളി ഞാൻ ചതച്ചതാണ്. അതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പില, വെളുത്തുള്ളി ഒന്ന് പൊരിഞ്ഞ് വരുമ്പോഴത്തേക്കിന് വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് മൊരിയണം. വെളുത്തുള്ളി നന്നായിട്ടൊന്ന് മുരിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് നമ്മുടെ എരിവിൻ്റെ ആവശ്യത്തിനുള്ള ചില്ലി ഫ്ലേക്സ് ഇടുക. ഞാനൊരു 1.5 ടീസ്പൂണോളം ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്തിട്ടുണ്ട്. അതുകൂടെ ചെറുതായിട്ടൊന്ന് മൂത്തതിന് ശേഷം നമുക്ക് നമ്മുടെ പേരിലേക്ക് തട്ടിടാം. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് എടുക്കാം. ഇങ്ങനെ നമ്മൾ കുട്ടികൾക്കൊക്കെ ഒന്ന് കൊടുത്ത് നോക്ക്, കുട്ടികളൊക്കെ കഴിച്ചോളും. നല്ലതാണ് ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാനായിട്ട്. നമ്മൾ തീ ഓഫ് ചെയ്താൽ ചേന ഉപ്പേരി റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് ഇതിന്. കണ്ട് നല്ല കിലുകിലാന്ന് കണ്ടോ ഇങ്ങനെ ഇരിക്കുന്നത്. ഇതുപോലെ ഒന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഉണ്ടാക്കി നോക്കിയതിന് ശേഷം അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. എൻ്റെ വീഡിയോസ് ലൈക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും